വാഹന വിപണി ഇലക്ട്രിക് യുഗത്തിലേക്ക് നീങ്ങുകയാണ്. കാറുകൾക്ക് ഒപ്പം തന്നെ ഇരുചക്ര വാഹന നിർമ്മാതാക്കളും അവരുടെ മോഡലുകളെ വിപണിയിൽ അവതരിപ്പിച്ചു തുടങ്ങി. ഇലക്ട്രിക് നിരയിലേക്ക് ബജാജും ഇലക്ട്രിക് പെർഫോമൻസ് ബൈക്ക് നിരയിലേക്ക് അൾട്രാവയലറ്റ് F77 എന്നൊരു മോഡലിനെയും അടുത്തിടെ അവതരിപ്പിച്ചു. എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ ഓസ്ട്രിയ ആസ്ഥാനമായുള്ള മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളുമായി KTM അവരുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ബജാജ് KTM സഹകരണത്തിൽ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിനെ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ബജാജ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാകേഷ് ശർമ്മയാണ് ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തത്. KTMന്റെ 48% ഓഹരി ബജാജിന്റെ കൈവശമാണുള്ളത്. രണ്ട് കമ്പനികളും ഏതാനും വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കാം. എന്നാൽ പൾസർ, RS, NS സീരീസ് ഒക്കെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വന്ന ബൈക്കുകളാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ വിപണി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിഗണന ഏറിയതോടെയാണ് ഈ കൂട്ടുകെട്ടിൽ പുതിയൊരു ഇലക്ട്രിക് വാഹനം നിരത്തിലെത്തിക്കാൻ പദ്ധതിയിടുന്നത്. സർക്കാർ ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ബജാജ് ചേതക്കിനെ അവതരിപ്പിച്ചതോടെയാണ് KTM അവരുടെ ഇടയിൽ നിന്നും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിനെ അവതരിപ്പിക്കുന്നത്. ചേതക് ക്ലാസിക് ശൈലി പിന്തുടരുമ്പോൾ പെർഫോമൻസ് നിരയിലേക്കാകും KTM തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ അവതരിപ്പിക്കുന്നത്. 2022 EICMA മോട്ടോർ ഷോയിൽ KTMന്റെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. 2023 മാത്രമേ വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ എത്തുകയുള്ളൂ. ആഗോള നിരത്തുകളിൽ KTM അവതരിപ്പിച്ചിട്ടുള്ള E-സ്പീഡ് എന്ന ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഇന്ത്യൻ നിരത്തുകളിലും എത്തുക. KTM ബൈക്കുകളെ പോലെ തന്നെ സ്പോർട്ടി ലുക്കും ഡ്യുവൽ ടോൺ നിറവുമായിരിക്കും ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെയും പ്രധാന ആകർഷണം. എന്നാൽ ഈ സ്കൂട്ടറിന്റെ കരുത്തും വിലയും മറ്റു ഫീച്ചറുകളും സംബന്ധിച്ച വിവരങ്ങൾ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഒക്ടോബർ മാസത്തിലാണ് പഴയ ഐതിഹാസിക ചേതക്കിന്റെ ഓർമ്മ പുതുക്കി ചേതക് ഇലക്ട്രിക്കിനെ ബജാജ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. നവംബർ 14 പൂനെയിലും സ്കൂട്ടറിനെ കമ്പനി അവതരിപ്പിച്ചു. ഉടൻ തന്നെ സ്കൂട്ടറുമായുള്ള ബുക്കിംഗ് കമ്പനി ആരംഭിക്കും. ആദ്യം പൂനെയിലും ഇതിനുശേഷം ബാംഗ്ലൂരിലുമാകും വിൽപ്പനയ്ക്കെത്തുക. പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്കും ചേതക് വിൽപ്പനയ്ക്കെത്തും. സൂചനകൾ പ്രകാരം 2020 ജനുവരിയോടെ ചേതക് നിരത്തുകളിലെത്തും. ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ബജാജിന്റെ പുതിയ അർബണൈറ്റ് ബ്രാൻഡിലാണ് ചേതക് എത്തുന്നത്. പ്രീമിയം സ്കൂട്ടറായ ചേതക്കിന് 1.5 ലക്ഷത്തിനുള്ളിൽ വില പ്രതീക്ഷിക്കാമെന്ന് വാഹനത്തിന്റെ അവതരണ വേളയിൽ ബജാജ് ഓട്ടോ MD രാജീവ് ബജാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റി, സ്പോർട്ട് എന്നീ ഡ്രൈവിംഗ് മോഡുകളിൽ വാഹനം ഓടിക്കാം. IP67 റേറ്റിംഗ് ഉള്ള ഹൈടെക് ലിഥിയം അയൺ ബാറ്ററിയാണ് സ്കൂട്ടറിന്റെ കരുത്ത്. സിറ്റി മോഡിൽ 95 മുതൽ 100 കിലോമീറ്ററും സ്പോർട്സ് മോഡിൽ 85 കിലോമീറ്ററും സഞ്ചരിക്കാൻ സാധിക്കും. അതേസമയം ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ച മറ്റ് വിവരങ്ങളൊന്നും ബജാജ് വ്യക്തമാക്കിയിട്ടില്ല.